ആ കപിൽ ദേവ് വന്നല്ലോ. ഇനി മോഹൻലാൽ എപ്പോഴാണാവോ വരുന്നത്? അച്ഛൻ കളിയാക്കൊന്നും വേണ്ട. ഒരു ദിവസം ഇന്ത്യക്ക് വേണ്ടി ഞാൻ കളിക്കാൻ ഇറങ്ങുമ്പോ അച്ഛൻ ഞെട്ടരുത്. ഇന്ത്യക്ക് വേണ്ടി ഇനി നീയും കൂടെ കളിക്കാത്ത കുറവേ ഉള്ളൂ. കളിച്ച് കളിച്ച് സമ്മാനമൊക്കെ വാരി കൂട്ടിയിട്ട് ഇന്ത്യ എന്ത് കേടാനാ? സ്പോർട്സ് കോട്ടയിൽ ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ടോടാ ഇന്ത്യ? സ്പോർട്സ് എന്ന് കേൾക്കുമ്പോ അച്ഛനും അമ്മയ്ക്ക് എന്താ ഇത്ര അലർജി? മനുഷ്യനായ ശകലം സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഒക്കെ വേണം. ഞങ്ങൾക്ക് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലായിരുന്നെങ്കിലേ നീയൊക്കെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. മൂത്തവൻ മിമിക്രി, രണ്ടാമത്തവൻ മാക്രി. നമ്മുടെ മക്കള് രണ്ടും പാഴായി പോയല്ലോടെ സുമി. അതെ അതെ, തന്ത പെൻഷൻ പറ്റി ഷെഡിൽ കയറിയിട്ട് വർഷം ഒന്ന് കഴിഞ്ഞു. എന്നിട്ടും മക്കൾ ഇപ്പോഴും കളിച്ചു നടക്കുക. നിങ്ങൾ കല്യാണം കഴിക്കാൻ താമസിച്ചത് ഞങ്ങളുടെ കുഴപ്പമാണോ? കൂടെ മറുതല പറയാതെ. വിവരദോഷി. അച്ഛാ, നാളെ എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ. അവനെ പ്രസന്റേഷൻ മേടിക്കാൻ എനിക്കൊരു 200 രൂപ വേണം. കഴിഞ്ഞ ആഴ്ചയിൽ നീ ആരുടെയോ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് 100 രൂപ മേടിച്ചോണ്ട് പോയല്ലോ. എല്ലാ കൂട്ടുകാരുടെയും ബർത്ത്ഡേക്ക് സമ്മാനം മേടിച്ചു കൊടുക്കാൻ നീ ആരാ? ചാൾസ് രാജകുമാരനോ? 10 പൈസ തരില്ല. ഇല്ലെങ്കിൽ വേണ്ട. അച്ഛൻ പെൻഷൻ മേടിച്ചോണ്ട് ഒരിടത്ത് കയറുന്നത് കണ്ടല്ലോ. എങ്ങോട്ട് കയറുന്നുണ്ടെന്നാ? തമ്പിയുടെ ഓഫീസിലായിരിക്കും അല്ലേ? അല്ല, പടം കാണുവാൻ അച്ഛനും മങ്കിലും കയറിയേ. സന്തോഷേ, കാശ് തരാം, സത്യമായിട്ടും അച്ഛൻ തരാം. അച്ഛൻ പേടിക്കണ്ട കേട്ടോ. സിനിമ കണ്ട കാര്യം ഞാൻ പറയത്തില്ല. ഞങ്ങള് സിനിമയ്ക്ക് കയറുന്നത് മക്കൾ എങ്ങനെ കണ്ടു? അച്ഛന്റെ തൊട്ടുപിറയിലത്തെ സീറ്റിൽ ഞാനും ഉണ്ടായിരുന്നു. എന്താമ്മേ? അച്ഛൻ ആപ്പിൾ മേടിക്കണോന്ന് പറഞ്ഞിട്ട് മേടിച്ചോ? മേടിച്ചു. കിലോയ്ക്ക് പിന്നെ 2 രൂപ കൂടി. അല്ല, എനിക്ക് അറിയാൻ വയ്യ എന്റെ ചോദിക്കുക. അച്ഛൻ എന്തിനാ അങ്ങനെ സ്ഥിരമായിട്ട് ആപ്പിൾ മേടിക്കുന്നത്? സിനിമയിൽ അഭിനയിക്കാൻ വല്ല പരിപാടി ഉണ്ടോ? കഴിഞ്ഞ വർഷം അറ്റാക്ക് വന്നപ്പോ ഡോക്ടർ പറഞ്ഞതാ, ആഹാരത്തിന് മുൻപ് മുടങ്ങാതെ 2 ആപ്പിൾ കഴിക്കണമെന്ന്. എന്റെ കൂടെ പഠിക്കുന്ന ചാർലിയുടെ ഫാദറിന് 2 തവണ അറ്റാക്ക് വന്നതാ. എന്നിട്ട് ആപ്പിൾ കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞില്ലല്ലോ. അതിന് അച്ഛന്റെ ഡോക്ടറാണോ അയാളെ ചികിത്സിച്ചത്? ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. ചിലപ്പോ ആപ്പിൾ കഴിക്കേണ്ട അറ്റാക്ക് ആയിരിക്കും നിന്റെ അച്ഛന് വന്നത്. ഓ, ഇതായിരിക്കും ആപ്പിൾ അറ്റാക്ക് അല്ലേ? മഹേന്ദ്രൻ തമ്പിയാണ്. ഞാനാണ് ഓമനക്കുട്ടൻ. അതെ, സുമിത്ര വിളിക്കുകയാണെങ്കിലേ ഇന്ന് ഞാനും ചെറിയാനും തന്റെ കൂടെ ഓഫീസിലുണ്ടായിരുന്നത് പറയണം. എന്താ ഏടാകുടമല്ലോ ഒപ്പിച്ചോ? ഒപ്പിച്ചു. ആ കഴുത ചെറിയാനത് കുളവാക്കി. സൂസനെ കൊണ്ട് ഭക്തിഗാനവും വെപ്പിച്ചു. അയ്യോ, ഇന്ന് ടൗൺ ഹാളിൽ ഒരു നാടകമുണ്ട്. ചെറിയാച്ചനെയും കൂട്ടാമെന്ന് കരുതി ഞാൻ 2 ടിക്കറ്റ് എടുത്തു പോയല്ലോ. ചെറിയാച്ചന് വേണ്ടി എടുത്ത ടിക്കറ്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഡൊണേറ്റ് ചെയ്യും. അയാളെ അടുത്ത കാലത്തൊന്ന് സൂസൻ അഴിച്ചു വിടുമെന്ന് തോന്നില്ലടോ. ശരി, ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുത്തോളാം. ഓക്കെ. പറയുന്ന കൊണ്ട് നിനക്ക് വിഷമോ ഒന്നും തോന്നണ്ട. നീ നാടകത്തിന് കളയുന്ന കാശുണ്ടായിരുന്നെങ്കിൽ സതിക്ക് വല്ല ആഭരണം ഉണ്ടാക്കി വെക്കായിരുന്നു. അമ്മയുടെ വർത്തമാനം കേട്ടാ തോന്നും അവക്ക് ആഭരണങ്ങളെ ഇല്ലെന്ന്. ഇല്ലെന്നല്ലടാ, വരുന്നവരെത്രയാ ചോദിക്കാന്ന് ആക്കാ നിശ്ചയം. വരുന്നവര് ചോദിക്കുന്നതൊക്കെ കൊടുക്കാനേ അവളെന്താ കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുകയാണോ? സമയമാവട്ടെ, അതൊക്കെ ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. സമയം ഇതാന്ന് പറയുന്നതിന് മുമ്പ് അങ്ങ് പോവും. ജയന്റെ കല്യാണം കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ കാര്യത്തിനും എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. മടുത്തു. മോനോട് പറഞ്ഞൊരു വിസ സംഘടിപ്പിച്ച് ഗൾഫിലോട്ടെങ്ങാനും പോയാലോ എന്ന് ആലോചിക്കുക. തന്നെ ഒറ്റയ്ക്ക് സൂസനെ അയക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഏതു മരുഭൂമി പോയാലും അവര് കൂടെ കാണും. രാമൻ കാട്ടി പോയപ്പോ സീത മനസ്സമാനം കൊടുത്തോ? ആണ്ട ബാധ കൊണ്ടേ പോവും. സ്ത്രീകളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 24 മണിക്കൂറും വീട്ടിലിങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കുമ്പോ വേണ്ടാത്തതൊക്കെ തോന്നും. പഴുത്തല വീഴുമ്പോ പച്ചല ചിരിക്കും. താൻ പഴുത്തിറിന്ന് വീഴാൻ ഇനി അധികം ദിവസമില്ല, അത് ഓർമ്മ വേണം. നിങ്ങളുടെ അവസ്ഥ ഏതായാലും എനിക്കുണ്ടാവില്ല.
റിട്ടയർഡ് ലൈഫ് എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കാമെന്നതിനെ പറ്റി ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അല്ല, തമ്പിക്ക് എന്തെങ്കിലും ബിസിനസ് ഐഡിയ ഉണ്ടോ? എങ്കിൽ ഞങ്ങളും കൂടാം. എന്താ? ബിസിനസിനെ പറ്റിയൊക്കെ ഞാൻ നേരത്തെ ആലോചിച്ചതാ. എന്റെ പിള്ളേർക്ക് രണ്ടിനും നേരെ ചൊവ്വയുള്ള പണിയൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും ഒരു ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോ മൂത്തവന് വീഡിയോ ലൈബ്രറി മതി, രണ്ടാമത്തവന് ക്രിക്കറ്റിന്റെ കമ്പും കോലും വിൽക്കുന്ന കട തുടങ്ങണം. അവന്മാര് തമ്മിൽ കടുത്ത അഭിപ്രായ വ്യത്യാസമാ. സൂസന്നെ ആണെങ്കിൽ ഇങ്ങോട്ട് നിർബന്ധിച്ചോണ്ടിരിക്കുക ബിസിനസ് തുടങ്ങാൻ. മൃഗസംരക്ഷണ വകുപ്പിലെ എക്സ്പീരിയൻസ് കാണിച്ച് ഒരു ലോൺ എടുത്ത് കുറെ ഇറച്ചിക്കോഴികളെ മേടിച്ച് വളർത്താനാ അവള് പറയുന്നത്. സൂസന്നയ്ക്ക് വിവരമില്ലെന്ന് പറയുന്നത് വെറുതെയാ. തനിക്ക് പറ്റിയ പണി തന്നെ അവര് സജസ്റ്റ് ചെയ്തത്. പഠിക്കുന്ന കാലത്തെ വലിയൊരു നടനാവാനായിരുന്നു മോഹം. ഓഹോ. പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫിന്ന് ജോലിക്ക് ഓർഡർ വന്നപ്പോ പോവാൻ വിസമ്മതിച്ചു. പക്ഷെ അച്ഛൻ സമ്മതിക്കണ്ടേ? അപ്പൊ P&L സറണ്ടർ ചെയ്ത് അഭിനയമോഹം പൊടിതട്ടിയെടുക്കാനാണ് തമ്പിയുടെ പ്ലാൻ എന്ന് തോന്നുന്നു. സിനിമയോ നാടകമോ അതോ TV സീരിയലോ? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. നമുക്ക് 3 പേർക്കും കൂടി എന്തെങ്കിലും ഒന്ന് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അഭിനയം എന്ന് പറയുന്നത് തമ്പിക്ക് ഒറ്റയ്ക്കാവുന്ന പണിയല്ലേ ഉള്ളൂ. അതെ, നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾക്കും കൂടെ സഹകരിക്കാവുന്ന ഒരു സംരംഭം നമുക്ക് ആലോചിക്കാം. യെസ്, വി വിൽ അറേഞ്ച് ദ ക്യാഷ് ഇമിഡിയറ്റ്ലി. ഓക്കേ, താങ്ക് യു. സാറിനെ കാണാൻ ഒരു ലേഡി പുറത്ത് കാത്തിരിക്കുന്നു. എന്നെ കാണാൻ? പേടിക്കാനൊന്നുമില്ല, നമ്മുടെ രാജശേഖരൻ തമ്പി സാറിന്റെ മോളാ. ആലോചന ആയതേ ഉള്ളൂ. പെണ്ണിന് ചെറുക്കനെ കാണാതെ പൊറുതി മുട്ടിയെന്ന് തോന്നുന്നു. ഹായ്. ബ്യൂട്ടി പാർലറിലേക്ക് പോകുന്ന വഴിയാ. ബാങ്കിന്റെ ബോർഡ് കണ്ടപ്പോ വെറുതെ ഒന്ന് ബ്രേക്ക് ഔട്ടി. ജസ്റ്റ് സീ, അത്രേ ഉള്ളൂ. അകത്തേക്ക് വരാനില്ലേ? നോ 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 നോ, ജയമോഹൻ ഉഡ്ബി അങ്ങനെ ആരും പോസിന് കാണണ്ട. സൗകര്യമുള്ളവര് മണ്ഡപത്തിൽ വന്ന് കണ്ടാ മതി. വരുന്നോ? ശിശിരത്തിൽ നമുക്ക് ഒരു ഐസ്ക്രീം അടിക്കാം. സോറി, ഇപ്പൊ ഇവിടെ ഇറങ്ങാൻ ബുദ്ധിമുട്ടാ. ഓക്കെ, ഞാൻ കാരണം ബാങ്കിങ് ഏർപ്പാട് കൊള്ളേണ്ട. സീ യു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അച്ഛമ്മ എന്തിനാ കരയുന്നത്? എന്റെ മോൻ പെൻഷൻ പറ്റി വരുന്നത് കണ്ടില്ലേ? ഇത് ഞാൻ എങ്ങനെ സഹിക്കും? അച്ഛമ്മ പെൻഷൻ പറ്റിയെന്ന് വെച്ച് അച്ഛന് വേറൊന്നും പറ്റിയില്ലല്ലോ. ഇത് കമ്പി വന്നെന്ന് കേൾക്കുമ്പോ ചിലര് നിലവിളിക്കുന്ന പോലെ ഉണ്ടല്ലോ അച്ഛമ്മേ. നീ പോടി എവിടുന്ന്. നിന്റെ അപ്പൂപ്പം പെൻഷൻ പറ്റി വന്നത് കണ്ടപ്പോഴും എനിക്ക് സഹിച്ചില്ല. ഓക്കെ. എന്താണമ്മ ഇത്? ഡിപ്പാർട്ട്മെന്റിൽ 25 വർഷം കഴിച്ചു കൂട്ടിയതിന്റെ ശ്വാസം മുട്ടലിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടതിൽ സന്തോഷിക്കുമ്പോ അമ്മ കരയുകയാണോ വേണ്ടത്? അച്ഛമ്മ ആ കണ്ണ് രണ്ടും തുറച്ചേച്ച് അടുക്കളയിലോട്ട് ചെന്ന് പായസത്തിന് ശരം വെള്ളം അടുപ്പിൽ വെയ്. ചെല്ല്. നിനക്കൊക്കെ തമാശയാ മോനെ. പെൻഷൻ പറ്റി കഴിഞ്ഞാ പിന്നെ മനുഷ്യൻ ഒരു വിലയേ ഇല്ലടാ. അതോർത്ത് അമ്മ വിഷമിക്കണ്ട. സർവീസിൽ ഉണ്ടായിരുന്നതിനേക്കാളും വില ഞാൻ ഉണ്ടാക്കിത്തരാം. അതെങ്ങനെയാണെച്ചാ? ഞാൻ സജീവമായി അഭിനയ രംഗത്തേക്ക് ഇറങ്ങാൻ പോകുന്നു. ബെസ്റ്റ് ഐഡിയ. റിട്ടയർഡ് ലൈഫ് എൻജോയ് ചെയ്യാൻ ഇതുപോലൊരു ഫീൽഡ് ഇല്ല. മൊത്തമായിട്ടും ചില്ലറയായിട്ടും ചുറ്റിക്കളികൾ നടക്കും. ചെറിയാച്ചൻ എന്ത് തോന്നുന്നു? സംഗതി കൊള്ളാം. പക്ഷേ ഗസറ്റഡ് റാങ്കിൽ നിന്ന് റിട്ടയർ ആയ നാമൊക്കെ ഒരു നാടക കമ്പനി തുടങ്ങാന്ന് വെച്ചാ അത് കുറച്ചിലല്ലേ തമ്പി? നാടകത്തിന് മാന്യതയില്ലെന്ന് തന്നോട് ആര് പറഞ്ഞു? സിനിമയുടെയും ടിവിയുടെയും ഈ അതിപ്രസരത്തിലും നാടകം ശക്തമായി നിലനിൽക്കുന്നില്ലേ? അത് മാന്യതയില്ലേട്ടാ? മാടിനറിയാമോ മാമ്പഴത്തിന്റെ ഗുണം? ഓ, പറയുന്നത് കേട്ടാ തോന്നും ഇയാളെ പറ്റിട്ട് നാടക സ്റ്റേജിലാണെന്ന്. ഞാൻ ഭരതമുനിയാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ. നാടകത്തെ കുറിച്ച് എനിക്കൊരു ചുക്കും അറിയില്ല, സമ്മതിച്ചു. പക്ഷെ നാടകം തുടങ്ങുന്നതിന് മുമ്പ് മഴ പെയ്യുമോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും. പിന്നെന്താ വേണം? എടോ, ഒന്നും രണ്ടും പറഞ്ഞുടക്കാതെ ചെറിയാച്ചന് സഹകരിക്കാൻ പറ്റുമോ അത് പറ. ഈ നാടക ട്രൂപ്പ് എന്നൊക്കെ പറയുമ്പോ അതൊരു തലവേദന അല്ലേ തമ്പി? ഏത് ബിസിനസിനാ തലവേദന ഇല്ലാത്തത്? എല്ലാ ബിസിനസിനും ഉണ്ട് തലവേദനയും കുളമ്പ് രോഗവും. ജീവിതം തന്നെ ഒരു വലിയ ഗ്യാസ് ട്രബിൾ അല്ലേ? സൂസന്നെ സമ്മതിക്കില്ലെന്ന് പേടിച്ചിട്ടാണോ ചെറിയാച്ചൻ ഒഴിയുന്നത്? അത് പിന്നെ പറയാനുണ്ടോ? ചെറിയാച്ചന്റെ മുഖം നോക്കി അറിയില്ലേ സൂസന്നയുടെ കൈപ്പത്തിയുടെ ശക്തി? ചുമ്മായിടും. സൂസന്നെ സമ്മതിക്കുന്ന കാര്യമല്ലേ, അതെനിക്ക് വിടെ.